എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ കുറച്ച് മുമ്പേ എടുത്ത ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും കൂടെ ഒരു എന്താ പറയുക, ഒരു ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട് ഇവിടെ കോഴിക്കോട്, ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ പോലും ഞങ്ങൾ വെറുതെ മന്ത്ലി ഒരു ദിവസം നമ്മളിങ്ങനെ പോകാറുണ്ട്, ട്രിപ്പായിട്ട് തന്നെ പോകാറുണ്ട്. ഞങ്ങളുടെ മീറ്റിംഗാണ് കാര്യമായിട്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് ഞങ്ങളിങ്ങനെ യാത്രകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കോഴിക്കോടുള്ള നമുക്ക് നന്നായിട്ട് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കോഴിക്കോട് നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ, വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു നല്ല പൂന്തോട്ടം കാണാം. ഇവിടെ ഒരുപാട് ചെടികളും അതുപോലെ പുൽത്തകിടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെയും ആന, പുലി, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ സ്റ്റാച്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പുറത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ആർട്ടിസ്റ്റിക്കലി ഡിസൈൻഡാണ് ഇവിടുത്തെ ഒരു ഗാർഡൻ. വളരെ ഭംഗിയുള്ള ഒരു ഗാർഡനാണ്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് കവർ ചെയ്തു. അപ്പോൾ എല്ലാവരും അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിതൊക്കെ ഒന്ന് കവർ ചെയ്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ്സ് മേളയൊക്കെ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. സാധാരണ എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷം നടത്തിയപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പാർക്കിങ്ങും ഒക്കെ പ്രശ്നമാണ്. പാർക്കിങ്ങിനൊക്കെ ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ തിരക്കൊഴിഞ്ഞ സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ മീറ്റിങ്സ് നടത്താനുള്ള സൗകര്യമുണ്ട്, ചെറിയ ഫങ്ഷൻസ്, അതുപോലെ വിവാഹത്തിൻ്റെ ഒക്കെ റിസപ്ഷൻ, അതുപോലെ കുട്ടികളുടെ പിറന്നാൾ, അങ്ങനെയുള്ള ചെറിയ ഫങ്ഷൻസൊക്കെ ഉണ്ടല്ലോ, വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നടത്താനുള്ള സൗകര്യവും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യാൻറ്റീനുണ്ട്, അങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ നല്ല എന്താ പറയുക, ഒരു ഹാഫ് ഡേ ഒക്കെ സുഖമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്, അവർക്ക് ഓടി കളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലൊന്ന് കവർ ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രതിമകളും അതുപോലെ എന്താ പറയുക, ഒരു ആനയുടെയൊക്കെ പ്രതിമയുണ്ട്. ഇത് ഒറ്റ തടിയിൽ നിർമ്മിച്ചത് ആനയാണ് കേട്ടോ, ആനയുടെ ഒരു ഇതാണ്, പ്രതിമയാണ്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അവിടെ വിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഫ്രണ്ടിലുള്ള ഇവിടെ ഒരു ഡിസ്പ്ലേ ഹാളുണ്ട്. ആദ്യം നമ്മൾ ആ ഡിസ്പ്ലേ ഹാളിലാണ് പോയിട്ടുള്ളത്. ഹാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, വിൽപ്പനയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അങ്ങനെ അപ്പോൾ കുറഞ്ഞ വിലയിൽ, ഓപ്പൺ മാർക്കറ്റിലേക്കാൾ കുറച്ചും കൂടെ വില കുറവുണ്ടാവും ഇവിടെ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കുകയാണ്. ഹാൻഡിക്രാഫ്റ്റ്സാണ് എല്ലാം, ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, ക്രാഫ്റ്റ്സ് വില്ലേജിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ തന്നെ നമ്മൾ ഒരു ക്രാഫ്റ്റ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോളായിട്ട് അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിസൻസ് അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നതും. പിന്നെ അതിൻ്റെ സെയിലും അവിടെ തന്നെയാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള മുളയുടെ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ, കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. തൊപ്പികൾ, അങ്ങനെ വിഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്സ്, അവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം, അതാണ്. അപ്പോൾ പുറത്ത് ഓപ്പൺ മാർക്കറ്റിലേക്കാൾ കുറച്ചുകൂടെ വില കുറവുണ്ടാവും. അപ്പോൾ നല്ല രസമാണ്. എനിക്കിവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയാലും ഞാനവിടെ പോകും. വെറുതെ പോകുമ്പോഴൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തോ കണ്ണിന് ഭയങ്കര ഒരു സുഖമാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഏറ്റവും സുന്ദരമായ സാധനങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ്, ഫ്രീ ബേർഡ്സ് എന്ന ഞങ്ങളുടെ ഒരു ലേഡീസ് ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പാണ്.
അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്, ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പായിരുന്നു ഇത്. ഇവിടെ ഹാൻഡ്ലൂം സാരീസൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ഹാൻഡ്ലൂം ക്ലോത്ത്സൊക്കെ അവിടെ ഉണ്ട്. നല്ല വിലയുണ്ട് കേട്ടോ ക്ലോത്ത്സിനൊക്കെ. അപ്പം അതും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരും ഒന്നും കാര്യമായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ചില സാധനങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. തൊപ്പി, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സൊക്കെ ഉണ്ട് അവിടെ. ഈ ചകിരി നാര് കൊണ്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ കാണാം. അതവരുണ്ടാക്കുന്നതും അവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും കാണാം, അതൊക്കെ നല്ല ഭംഗിയാണ്. എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അവിടുന്ന് കണ്ടറിയാൻ പറ്റും. അതാണ്. അപ്പോൾ വളരെ നല്ല, കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഇത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ അവർ ഉണ്ടാക്കുന്നതാണ്. ഈ മാലകൾ, വളകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കയ്യിലെടുത്ത് നോക്കാം, വാങ്ങിക്കാം, അങ്ങനെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പലരും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഈ ഹാളിൽ ചിലവിട്ടു. ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു ഹാളാണ് കേട്ടോ അത്. ഇവിടെയാണ് എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ആർട്ടിസാൻസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോയിട്ട് അവർ വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടു. അങ്ങനെ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മുമ്പിൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ 1-2 പേരെ പരിചയപ്പെട്ടു. പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ, നേരത്തെ പരിചയമുള്ള ആൾക്കാരെയാണ്. അവരെ കണ്ടു. അവരിവിടെ ബോട്ടിംഗ് നടത്തുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് അതിന് ശേഷം ഞങ്ങൾ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് കയറി. ഈ അടുത്ത വശത്ത് കാണുന്നതാണ് നമ്മൾ ആദ്യം കയറിയ ഹാൾ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ ആർട്ടിസാൻസ് ഇങ്ങനെ ഓരോ റൂമിലായിട്ട് അവർക്ക് അലോട്ട് ചെയ്ത റൂമിൽ നിന്ന് അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണാം. ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം നമുക്കവിടെ കണ്ട് മനസ്സിലാക്കാം. പലതരത്തിലുള്ള കോഴ്സുകളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട് കേട്ടോ. ആളുകൾക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ. സ്റ്റാളുകളിൽ കൂടെ ഒക്കെ ഞങ്ങൾ എല്ലാ സ്റ്റാളും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം മുഴുവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് മാത്രം കുറച്ച് സംഗതികൾ മാത്രമേ അറിയുള്ളൂ. കോഴിക്കോടുകാർക്കൊക്കെ ഇത് ചിരപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അല്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. പിന്നെ അതിൻ്റെ പ്രിമിസസ് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. കണ്ടില്ലേ, വെള്ളക്കെട്ട്. ഇതൊരു പാറക്കുളമായിരുന്നു. കാരണം പാറ വെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ആർട്ടിഫിഷ്യലായിട്ട് രൂപം കൊണ്ട ഒരു വെള്ളക്കെട്ടാണ് കേട്ടോ ഇത്.
അപ്പോൾ അതിനെ അവർ വളരെ മനോഹരമായി സെറ്റ് ചെയ്തതാണ്. വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രിമിസസ് ആണ് ഏറ്റവും ഭംഗിയുള്ളത്. ശരിക്കും ഉള്ളിലുള്ള ഈ എന്താ പറയുക ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ കാണുന്നതിലും കൂടുതൽ ഞാൻ എപ്പോഴും ഈ ഒരു പ്രകൃതി ഭംഗിയാണ്. ആർട്ടിഫിഷ്യലായിട്ടാണ് അവർ സെറ്റ് ചെയ്തതെങ്കിലും വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രമിസസാണ് ഇതിൻ്റെ ഒരു വലിയ ആകർഷണം എന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് ഈ വരാന്തയിൽ കൂടിയൊക്കെ ഓടി കളിക്കാം. നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ. പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ പെഡൽ ബോട്ടിംഗ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ്, കണ്ടു നോക്കൂ.